ഹായ് എല്ലാവർക്കും സ്റ്റാർ വേ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് 2 പൈലാണ് ചൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്തെല്ലാം വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പൈൽ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് കിട്ടുന്ന കാർഡ്സ് എന്ന് പറയുന്നത് പേജ് ഓഫ് വാൻഡ്സ്, 6 ഓഫ് വാൻഡ്സ്, 6 ഓഫ് സോർഡ്സ്, ഡെവിൾ കാർഡ്, 9 ഓഫ് കപ്സ്, അതുപോലെ ഫുൾ കാർഡാണ്. ബോട്ടം ലിസ്റ്റിൽ കിട്ടുന്നത് 7 ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് മെസ്സേജ് ആയിട്ട് കിട്ടുന്നത് അട്രാക്ഷൻ എന്ന കാർഡാണ്. അടുത്തതായിട്ട് ഏഞ്ചൽസ് കേട്ടസ് മെസ്സേജ് കിട്ടുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഇവിടെ നമുക്ക് 2 സെനറീസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒന്നൊരു നോ കോണ്ടാക്റ്റിലൂടെ പോകുന്നവരെയും മറ്റൊന്ന് സ്മൂത്തായിട്ട് പോകുന്നവരെയും. ഈ സ്മൂത്ത് റിലേഷൻഷിപ്പിൽ പോകുന്നവർ അധികം നാൾ ആയില്ല ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. റെസനേറ്റ് ആകുന്നവർ എടുക്കുക കേട്ടോ. ബിക്കോസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് സെപ്പറേറ്റ് ആയി പോയവരുടെ എനർജി അല്ല ഈ ഒരു പൈലിൽ കിട്ടുന്നത്. ഇവിടെ ആദ്യം തന്നെ പേജ് ഓഫ് വാൻഡ്സ് എന്ന കാർഡാണ് കിട്ടുന്നത്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. ഇനി നിങ്ങൾ പരസ്പരം അടുത്തുള്ളവരാണെങ്കിലും ജോബ് എബ്രോഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. ഈ ഒരു പേഴ്സണുമായി നിങ്ങൾ കറൻലി ഒരു നോ കോണ്ടാക്റ്റിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പിനെ ന്യൂ സ്റ്റാർട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനിയല്ല നിങ്ങൾ ന്യൂ കപ്പിൾസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പ് അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടും ആഗ്രഹിക്കുന്നു. അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്ന എനർജി അനുസരിച്ച് നിങ്ങളെ വിവാഹം കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ബിക്കോസ് നമുക്ക് 6 ഓഫ് വാൻഡ്സ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതൊരു വിക്ടറി സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പ് സക്സസ്സിലൂടെ പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളുമായി ഒരു ട്രിപ്പ് പോകണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ഇനി ലോങ് ഡിസ്റ്റൻസിലുള്ളവരാണെങ്കിൽ നിങ്ങളെ വന്ന് കാണണമെന്നും നിങ്ങളെ കൂട്ടി ദൂരേക്ക് പോകണമെന്നും അവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. ബിക്കോസ് നമുക്ക് 6 ഓഫ് സോർഡ്സ് ആണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡെവിൾ എന്ന കാർഡാണ്. നിങ്ങളോട് അവർക്ക് ഇപ്പോഴും അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നു. എസ്പെഷ്യലി ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. നിങ്ങളൊരു പക്ഷേ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതിൽ അവർ വളരെയധികം അഡിക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് 9 ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങളെന്നാണ് കാണിക്കുന്നത്. അവരുടെ സങ്കല്പം പോലുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾ എന്നാണ് എനർജി കിട്ടുന്നത്. അതുപോലെ നിങ്ങളുമായി ഒരു ഹാപ്പി ലൈഫ് വേണമെന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ വിഷയമായിട്ട് കാണുന്നു. അതുപോലെ ഇപ്പോൾ നോ കോണ്ടാക്റ്റിൽ പോയവരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ കരിയർ സംബന്ധമായ കാര്യത്തിനാണെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിൽ വന്നതെങ്കിൽ അവർക്ക് ഒരു ഉയർച്ച വന്നതായിട്ട് കാണിക്കുന്നു. അവരുടെ ഒരു വിഷ് കംപ്ലീറ്റ് ആയതായിട്ട് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫുൾ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ കറൻറ്റ്ലി ഒരു നോ കോണ്ടാക്റ്റിലൂടെയാണ് പോകുന്നതെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അവർ നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പ് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റക്കായിരിക്കാം. അവർ ഡിഫെൻസീവ് മോഡിലായിരിക്കാം. കാരണം നമുക്ക് ബോട്ടം എനർജിയിൽ 7 ഓഫ് വാൻഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനൊരു ചേഞ്ച് വരുമെന്ന് കാണിക്കുന്നുണ്ട്. കാരണം ബാക്കി കിട്ടിയിരിക്കുന്ന കാർഡ്സ് പേജ് ഓഫ് കപ്സും അതുപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂണും ആയിരുന്നു. സമയം നിങ്ങൾക്ക് അനുകൂലമായി വരുമെന്ന് കാണിക്കുന്നു. അവർ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് വരുമെന്നും കാർഡ്സ് വ്യക്തമാക്കുന്നു. സ്മൂത്തായി പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടുത്ത തലത്തിലേക്ക് പോകുമെന്നും നിങ്ങൾക്കും സമയം അനുകൂലമായി വരുമെന്ന് കാണിക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ ഉള്ളവരാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു സർപ്രൈസ് ആയിട്ട് മീറ്റ് ചെയ്യാനേ വരുന്നതായിരിക്കും. ഓക്കെ, റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക കേട്ടോ. ഓക്കെ, നമുക്കിവിടെ റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് കിട്ടിയിരിക്കുന്ന അട്രാക്ഷൻ എന്ന കാർഡായിരുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇപ്പോഴും അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നു. നമുക്ക് ഡെവിൾ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഏഞ്ചൽസ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എപ്പോൾ മടങ്ങി വരുമെന്നോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ ദ നിയർ ഫ്യൂച്ചറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടുമെന്ന് ഏഞ്ചൽസ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. ഐ വിഷ് ഐ കുഡ് ഷെയർ മൈ ഗുഡ് ന്യൂസ് വിത്ത് യു. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞ അവർക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ടേക്ക് എ ട്രിപ്പ് വിത്ത് യു. ഓക്കെ, നിങ്ങളുമായിട്ട് ട്രിപ്പ് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. നമുക്ക് 6 ഓഫ് സോർഡ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ലൈക്ക് യു. ഓക്കെ,
അവരുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് നിങ്ങൾ ഇഷ്ടമാണെന്ന് കാണിക്കുന്നു. യു ആർ മൈ വിഷ് കം ട്രൂ. ഓക്കെ, അവരുടെ വിഷ് കം ട്രൂ ആണ് നിങ്ങൾ. നമുക്ക് 9 of Cups കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾ ഐ റിയലി വാണ്ട് ഈസ് ടു സീ യു അഗെയിൻ. ഓക്കെ, നിങ്ങളെ വീണ്ടും കാണുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോൾ ഉള്ള ഒരു സ്വപ്നമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. താങ്ക് യു. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 10 of Cups, Queen of Swords, Queen of Wands, 4 of Wands, King of Wands, അതുപോലെ 2 of Pentacles ആണ്. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് മൂൺ കാർഡ്, Queen of Cups, അതുപോലെ 6 of Pentacles. ഓക്കെ, നമുക്ക് റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ട്രസ്റ്റ് എന്ന കാർഡാണ്. അതുപോലെ ഏഞ്ചൽസ് ഗൈഡൻസ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന കാർഡാണ്. ഇവിടെ കിട്ടുന്ന എനർജി അനുസരിച്ച് തീർത്തും ഒരു സെപ്പറേഷന് പോകുന്ന ആൾക്കാരെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവിടെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് പരസ്പരം അറിയാൻ കഴിയാത്ത വിധം ഒരു ഡിസ്റ്റൻസ് വന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ ഒരു സെപ്പറേഷൻ വരാൻ കാരണം ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും മറ്റു വരിയൊന്നും ഇല്ലാതെ അവരുടെ സിറ്റുവേഷൻ കൊണ്ട് മാറ്റി നിർത്തേണ്ടി വന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നു എന്നാണ് കാണിക്കുന്നത്. അതും മനസ്സോടെയാണെന്നും കാണിക്കുന്നു. റെസണേറ്റ് ആകുന്നവർ എടുക്കുക കേട്ടോ. നിങ്ങളെ കൂടാതെ മറ്റെന്തോ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു. ഒരു പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഫാമിലി ഉള്ളവർ തന്നെ ആയിരിക്കും. ബിക്കോസ് ഇവിടെ ഒരു പേഴ്സൻ്റെ എനർജി അല്ല തേർഡ് പാർട്ടി ആയിട്ട് കിട്ടുന്നത്. അവർ ഈ റിലേഷൻഷിപ്പിന് ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ മറ്റു ഓപ്ഷൻ ഒന്നും ഇല്ലാതെ ഒരു സെപ്പറേഷന് പോകേണ്ടി വന്നു എന്നാണ് ഇവിടുത്തെ എനർജിയിൽ കിട്ടുന്നത്. നമുക്കിവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് 10 of Cups എന്ന കാർഡാണ്. ഒരു സെപ്പറേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോഴും അവരൊരു കൗണ്ടർ പാർട്ടായിട്ടാണ് കാണുന്നത്. അതായത് അവരുടെ ഒരു കൗണ്ടർ പാർട്ടാണ് കാണുന്നത്. നിങ്ങളുമായി ഒരു ഫാമിലി വേണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ആരുടെയും ഉപദ്രവം ഒന്നും ഇല്ലാതെ നിങ്ങളുമായിട്ട് ഹാപ്പിയായി ലൈഫ് ലോങ് ജീവിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ഇവിടെ മാരേജ് കഴിഞ്ഞവരാണ് ഇത് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും കുട്ടികളുമായിട്ട് വീണ്ടും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ക്വീൻ ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി എനർജി ഉണ്ടെന്ന്. അതൊരു ഫീമെയിൽ എനർജിയാണ് മെജോറിറ്റി ആൾക്കാർക്കും. എന്താണെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ മിക്ക പൈൽ റീഡിങ്ങിലും ഒരു സ്ട്രോങ് വുമൺ ആണ് തേർഡ് പാർട്ടി ആയിട്ട് കിട്ടുന്നത്. ആർക്കൊക്കെ ഉള്ളൊരു സ്പെസിഫിക് മെസ്സേജ് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് ക്വീൻ ഓഫ് വാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് കിങ് ഓഫ് വാൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു സ്ട്രോങ് ഫെമിനൈൻ മസ്കുലൈൻ എനർജിനെയാണ് കാണിക്കുന്നത്. ഇവിടെ മജോറിറ്റി ആൾക്കാരും സോൾമേറ്റ്സ് ആണെന്നും കാണിക്കുന്നു. നിങ്ങളോട് അവർക്ക് പാഷയുള്ളതായിട്ട് കാണിക്കുന്നു. ക്വീൻ ഓഫ് വാൻസും കിങ് ഓഫ് വാൻസും പെയറായി നമുക്ക് കിട്ടിയിരിക്കുന്നത് അതൊരു സ്ട്രോങ് കപ്പിൾസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനു മുൻപ് നമുക്കിവിടെ 4 വാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ മാരേജ് പോസിബിൾ ആയവർക്ക് നിങ്ങൾക്കൊരു മാരേജ് ഓഫറുമായിട്ട് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നു. അടുത്ത 2 of Pentacles ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അവർ കറന്റ് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. ലൈഫ് ബാലൻസ് ചെയ്യാൻ അവർ പാടുപെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടാകാം ഈ ഒരു സെപ്പറേഷന് കാരണം. ഒരു സൈഡിൽ അവർ അവരുടെ പേഴ്സണൽ ലൈഫും മറു സൈഡിൽ അവർ കരിയറും ഈക്വലി ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ഇതിനു മുമ്പ് എല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാത്ത ഒരു ടൈപ്പ് ക്യാരക്ടറുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഒരേ സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഒരു കാര്യത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അറിയുകയുള്ളായിരിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് നമുക്ക് ബോട്ടം എനർജിയിൽ മൂൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ വന്നതിൽ അവർക്ക് കുറ്റബോധമുണ്ട്. അതുപോലെ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കാറുമുണ്ട്. ഒരു പക്ഷേ പുറമെ ഹാപ്പിയാണ് എന്ന് അവർ കാണിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോഴും അവർ നിങ്ങളെ ഒരു ക്വീൻ ഓഫ് കപ്പായി അല്ലെങ്കിൽ ഒരു കിങ് ഓഫ് കപ്പായിട്ടാണ് കാണുന്നത്. ബിക്കോസ് നമുക്ക് ബോട്ടം എനർജിയിലെ ക്വീൻ ഓഫ് കപ്പ് എന്ന് പറഞ്ഞ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ കോളോ ഈ ഒരു പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഏഞ്ചൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ട്രസ്റ്റ് എന്ന കാർഡാണ്. നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന കാർഡും കിട്ടിയിട്ടുണ്ട്. അത് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായുള്ള തേർഡ് പാർട്ടിയിലുണ്ടായി കോൺഫ്ലിക്റ്റ് എൻഡ് ആകുമെന്നും അതായത് വഴക്ക് അവസാനിക്കുമെന്നും അവിടെ വീണ്ടും ഒരു സന്തോഷം അതായത് ഹാർമണി വരുമെന്നുമാണ് കാണിക്കുന്നത്. നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫേവർ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ഓവർ. ഓക്കെ, ഇത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഐ ഹാവ് എ ലോട്ട് ഗോയിങ് ഓൺ ഇൻ മൈ ലൈഫ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഐ വിൽ കോൺടാക്ട് യു സൂൺ. ഓക്കെ, ഞാൻ നിന്നെ ഉടനെ തന്നെ വിളിക്കുന്നതായിരിക്കും. ഐ ആം വർക്കിംഗ് ഓൺ മൈസെൽഫ് ഈച്ച് ഡേ സോ ഐ ക്യാൻ കം ബാക്ക് ടു യു. ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പായിട്ടും നിനക്ക് വേണ്ടി തിരികെ വരുന്നതാണ്. ഐ റിഗ്രറ്റ് വാട്ട് ഐ ഡിഡ്. ഓക്കെ, ഞാൻ നിന്നോട് ചെയ്തതിൽ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്നാണ് അവരോട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. താങ്ക് യു.